100 വീടും നിർമ്മിക്കാൻ ആവശ്യമായ സംഖ്യ DYFI സർക്കാരിനെ ഏൽപ്പിക്കുന്നു. അത് ആദ്യമേ തന്നെ നടപ്പാക്കുന്ന സംഘടനയായി DYFI മാറിയിരിക്കുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മൾ വീടുകൾ നിർമ്മിക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വീടുകളാണ് എന്ന് ഞാൻ പറഞ്ഞു. സ്പോൺസർ ചെയ്യുന്ന വീടുകൾ ഇന്ന വീട് എന്ന തരത്തിൽ കണക്കാക്കാനാവില്ല. കാരണം എല്ലാ വീടുകളും ഒരേപോലെയുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു സ്പോൺസർ വീട് നൽകുകയല്ല. വയനാട് ദുരന്തത്തിനിരയായ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുന്നതിനുള്ള സംരംഭം എന്ന നിലക്കാണ് ഇതിനെ നാം കാണേണ്ടത്. ആ നല്ല മനസ്സ് DYFI ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. 100 വീടിനുള്ള കാശ് തരുന്നു. ആ 100 വീട് സർക്കാർ അവർക്ക് നിർമ്മിച്ച് നൽകണം. ഏതെങ്കിലും ഒരു വീട് ചൂണ്ടിക്കാണിച്ച് ഇത് DYFI നൽകിയ വീടാണ് എന്ന് പറയുന്ന നിലയുണ്ടാവില്ല. അവിടെയുള്ള വീടുകളിൽ 100 വീട് DYFI നൽകിയതാണ്. അതെല്ലാ കാലത്തേക്കും അടയാളപ്പെടുത്തപ്പെടും. സഖാക്കളെ, സുഹൃത്തുക്കളെ, മാതൃകാപരമായ ഇടപെടലാണ് DYFI നടത്തിയിരിക്കുന്നത്. പറഞ്ഞതിനേക്കാളും കൂടുതൽ നൽകുന്നത് എപ്പോഴും ആവേശകരമായ കാര്യമാണ്. പക്ഷേ ഇവിടെ വല്ലാതെ കൂടിയാണ് നിങ്ങൾ വയനാടിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്നത് എന്ന പ്രത്യേകത നിലനിൽക്കുകയാണ്. 25 വീട് എന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത്. അത് 100 വീടായി മാറുന്നു എന്നത് എല്ലാ തരത്തിലും അഭിമാനകരമായ കാര്യമാണ്. DYFIയെ ഹാർദമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ നാടിനെ ഒട്ടേറെ ദുരന്തങ്ങൾ ഈ അടുത്ത കാലത്തായി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഘട്ടങ്ങളിലെല്ലാം ദുരന്ത സ്ഥലത്ത് ദുരന്തത്തിനിരയായവരെ രക്ഷിക്കുന്നതിന് സ്വന്തം ജീവൻ പോലും അപകടപ്പെട്ടേക്കാമെന്ന സാഹചര്യമുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് എടുത്തു ചാടി ഇറങ്ങിയ വിഭാഗം ഓരോ പ്രദേശത്തും യുവജനങ്ങളായിരുന്നു. നാടാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഓരോ ദുരന്തമുഖത്തും വല്ലാത്തൊരു ആത്മസമർപ്പണത്തോടെ ഇറങ്ങിത്തിരിച്ച യുവജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. യുവജനങ്ങൾ എത്ര കണ്ട് നാടിനോടും സഹജീവികളോടും ആഭിമുഖ്യമുള്ളവരായി മാറുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയായിരുന്നു ഇത്. ഓരോ സംഭവത്തിൻ്റെയും ഉദാഹരണങ്ങളെടുത്ത് നിരത്തി വെക്കാൻ ഈ ഘട്ടം ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ എല്ലാറ്റിലും മുൻപന്തിയിൽ യുവജനങ്ങളുണ്ടായിരുന്നു. അതിൽ ക്രിയാത്മകമായി ഓരോ ഘട്ടത്തിലും ഇടപെടാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനും യുവജന സംഘടനകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഈ എല്ലാ സന്ദർഭങ്ങളിലും മാതൃകാപരമായി ഇടപെട്ട യുവജന സംഘടനകളുണ്ട്. അതിൽ DYFI പ്രത്യേക പരാമർശം അർഹിക്കുന്ന സംഘടന തന്നെയാണ്. DYFIയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹകരിച്ച മറ്റ് പുരോഗമന യുവജന സംഘടനകളുമുണ്ട് എന്നതും നമുക്കെല്ലാം അറിയാവുന്നതാണ്. ചുരുക്കത്തിൽ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടാൻ തയ്യാറാകുന്ന യുവജനങ്ങളെ ഒരുക്കാനും അതിന് നേതൃത്വം നൽകാനും DYFIക്ക് കഴിഞ്ഞു, യുവജന സംഘടനകൾക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിലേറ്റവും പ്രത്യേകതയുള്ള കാര്യം. വയനാട് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുകയും അതിൻ്റേതായ പൊതു അഭ്യർത്ഥന ഉയരുകയും ചെയ്തപ്പോൾ പലരും സഹായത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ 100 വീട് നൽകാമെന്ന് അറിയിച്ചവരുണ്ട്. ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിന്ന് 100 വീടിൻ്റെ ഓഫറുകൾ ലഭിച്ചിരുന്നു. സർക്കാർ എന്ന നിലക്ക് ഇത്തരം സഹായങ്ങൾ നൽകാൻ തയ്യാറായ, വീട് നിർമ്മിക്കുന്നതിന് സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ ഘട്ടത്തിലും DYFI 25 വീട് എന്നത് തന്നെയായിരുന്നു മുന്നോട്ട് വെച്ച നിർദ്ദേശം. 25-ൽ കൂടുതൽ പറയുന്നവരാ യോഗത്തിലുണ്ടായി. പക്ഷേ ശേഖരിക്കേണ്ട ഫണ്ടിൻ്റെ നില വെച്ചായിരിക്കണം അന്നത്തെ നിലയിൽ മോശമല്ലാത്തൊരു നമ്പർ 25 എന്നത് DYFI വാഗ്ദാനം ചെയ്തത്. ഇതിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മിക്കുന്ന വീടുകൾ എല്ലാം പൊതുവെ തീരുമാനിച്ചെടുക്കുന്ന വീടുകളാണ്. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് പ്രത്യേകതയുള്ള തരത്തിൽ വീട് നിർമ്മിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിർമ്മിക്കുമ്പോൾ മൊത്തമായി വരുന്ന സംഖ്യ, ഒരു വീടിന് എത്ര ചെലവ് എന്നത് സ്വാഭാവികമായൊരു പ്രശ്നമായി വന്നു. ഞങ്ങൾ ആലോചിച്ചപ്പോൾ, വിവിധ രീതിയിൽ പരിശോധിച്ചപ്പോൾ 20 ലക്ഷം രൂപ തരുന്ന ഒരു സ്പോൺസർക്ക് ഒരു വീട് എന്ന നില, ഒരു വീട്ടിന് 20 ലക്ഷം രൂപ
എന്ന നിലയെടുക്കാമെന്ന് കണ്ടു. ചിലപ്പോൾ 20 ലക്ഷത്തിലധികം രൂപ ചിലവായി എന്ന് വരും. ആ അധികം വരുന്ന ചിലവ് സ്വാഭാവികമായും വഹിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അവിടെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ബാധ്യത നിറവേറ്റാൻ സർക്കാർ സ്വാഭാവികമായും ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീടിന് 20 ലക്ഷം എന്ന കണക്ക് സ്പോൺസർമാരുടെ മുന്നിൽ പിന്നീട് അവതരിപ്പിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് DYFI ശേഖരിച്ച പണം ശേഖരിച്ചതിൻ്റെ മാതൃക ഇവിടെ പറഞ്ഞു. അതും വളരെ പ്രത്യേകതയാർന്ന ഒന്നാണ്. ആക്രിയുടെ വില എത്രത്തോളമാണ് എന്ന് ഇപ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കുന്ന ഒരു സന്ദേശം നൽകാൻ DYFIക്ക് കഴിഞ്ഞു എന്ന പ്രത്യേകതയുണ്ട്. മറ്റുള്ളതെല്ലാം അധ്വാനത്തിൻ്റെ വിലയാണ്. അധ്വാനത്തിന് വിലയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആക്രി എപ്പോൾ വലിച്ചെറിയുന്ന സാധനമാണല്ലോ, അതിന് വിലയുണ്ട് എന്ന് നിങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതും അഭിനന്ദനാർഹമായ ഇടപെടൽ തന്നെയായിരുന്നു. ഏതായാലും ശേഖരിച്ച പണത്തിൻ്റെ തോത് വെച്ചപ്പോൾ 100 വീട് നിർമ്മിച്ച് നൽകാൻ DYFIക്ക് കഴിയും എന്ന നില വന്നു. അതിൽ ഒരു കാര്യത്തെ കലവറയില്ലാതെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഈ 100 വീടും നിർമ്മിക്കാൻ ആവശ്യമായ സംഖ്യ DYFI സർക്കാരിനെ ഏൽപ്പിക്കുന്നു. ഇതാണ് നേരത്തെ തന്നെ ഉദ്ദേശിച്ച കാര്യം. അത് ഒരു ശങ്കയുമില്ലാതെ ആദ്യമേ തന്നെ നടപ്പാക്കുന്ന സംഘടനയായി DYFI മാറിയിരിക്കുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മൾ വീടുകൾ നിർമ്മിക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വീടുകളാണ് എന്ന് ഞാൻ പറഞ്ഞു. സ്പോൺസർ ചെയ്യുന്ന വീടുകൾ ഇന്ന വീട് എന്ന തരത്തിൽ കണക്കാക്കാനാവില്ല. കാരണം എല്ലാ വീടുകളും ഒരേപോലെയുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു സ്പോൺസർ വീട് നൽകുകയല്ല. വയനാട് ദുരന്തത്തിനിരയായ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുന്നതിനുള്ള സംരംഭം എന്ന നിലക്കാണ് ഇതിനെ നാം കാണേണ്ടത്. ആ നല്ല മനസ്സ് DYFI ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നു. 100 വീടിനുള്ള കാശ് തരുന്നു. ആ 100 വീട് സർക്കാർ അവർക്ക് നിർമ്മിച്ച് നൽകണം. ഏതെങ്കിലും ഒരു വീട് ചൂണ്ടിക്കാണിച്ച് ഇത് DYFI നൽകിയ വീടാണ് എന്ന് പറയുന്ന നിലയുണ്ടാവില്ല. ആ സൂചന നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് കൂടുതൽ വ്യക്തത ഇരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് അത് ആവർത്തിച്ച് പറയുന്നത്. അവിടെയുള്ള വീടുകളിൽ 100 വീട് DYFI നൽകിയതാണ്. അതെല്ലാ കാലത്തേക്കും അടയാളപ്പെടുത്തപ്പെടും. എല്ലാ സ്പോൺസർമാരുടേതും അടയാളപ്പെടുത്തപ്പെടും. എല്ലാ സ്പോൺസർമാരുടേതും കൃത്യമായി അടയാളപ്പെടുത്തപ്പെടും. പക്ഷേ ഒരു സ്പോൺസറുടെയും ഇന്ന വീട് എന്ന തരത്തിൽ അടയാളപ്പെടുത്തുന്ന നിലയുണ്ടാവില്ല. ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ മാതൃകാപരമായ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ളവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരിടപെടൽ തന്നെയാണ്. കാരണം ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ 27 തുടക്കം കുറിക്കുകയാണ്. ഒരു ചെറിയ ആശങ്ക പൊതുവെ ആളുകളിലുണ്ടായിരുന്നു. അത് ചില നിയമപ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ പരിശോധനയിൽ അതിനിർണായകമായ നിലപാട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായി വരുന്ന തുക, ആ തുക ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കുക. അപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാറിൻ്റെ അടുത്ത് സർക്കാർ അത് കെട്ടിവെക്കും. അപ്പോൾ അതോടൊപ്പം ഹൈക്കോടതി പറഞ്ഞു ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തതായി കണക്കാക്കുന്നു. ഈ പണം രജിസ്ട്രിക്ക് കൈമാറുന്നതോടെ അത് ഏറ്റെടുത്തതായി കണക്കാക്കുന്നു. 27-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. ചില പ്രശ്നങ്ങൾ അത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. ആ സാങ്കേതിക പ്രശ്നങ്ങൾ പിന്നീടും ബഹുമാനപ്പെട്ട കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിനോ ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോ തടസ്സമില്ല എന്നത് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ 27-ാം തീയതി നാം എല്ലാം ആഗ്രഹിക്കുന്ന വിധത്തിൽ വയനാട് ദുരന്തത്തിനിരയായവരെ ചേർത്ത് പിടിക്കുന്ന ആ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. ഇത് വയനാട് മാത്രം ആഗ്രഹിക്കുന്ന കാര്യമല്ല, ദുരന്തത്തിനിരയായവർ മാത്രം ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതിനിടപെടുകയും അന്ന് സഹായിക്കുകയും നമ്മോടൊപ്പം സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്ത മനസ്സുകൊണ്ട് ആ ദുരന്തത്തിനിരയായവരോടൊപ്പം ഇഴുകിച്ചേർന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള തുടക്കമാണ് 27. ഒരു കാര്യം കൂടി, സമയബന്ധിതമായി ആ ടൗൺഷിപ്പ് പൂർത്തീകരിക്കപ്പെടും. ആ കാര്യത്തിൽ ഒരു ശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. എല്ലാവരുടെയും
കണക്കുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അർഹതയുള്ളവരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ നിലയാനുണ്ടാവുക. അവർക്കെല്ലാം വീടുകൾ നൽകാൻ തയ്യാറാകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സ്പോൺസർമാരെ പലരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നേരത്തെ നൽകിയ ഓഫറുകൾ, അതനുസരിച്ചുള്ള തുടർ നടപടികൾ ഇപ്പോഴാണ് വേണ്ടത്. അതെങ്ങനെയാണ്, അതിൻ്റെ വിശദാംശങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സ്പോൺസർമാർക്കും വലിയ ഉത്തേജനമായി മാറുകയാണ് DYFI കാണിച്ച ഈ മാതൃക എന്നുകൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. ദുരന്തം നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ദുരന്തഘട്ടത്തിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ തോതിലുള്ള അവഗണനയാണ്. ആ അവഗണനയുടെ തീവ്രതയിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവർക്കും അതറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് തുടർച്ചയായി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു നാടിന് ഈ തരത്തിൽ അവഗണന അനുഭവിക്കേണ്ടി വരുന്നത്? ആരിൽ നിന്നാണ് അവഗണന? സഹായിക്കാൻ ബാധ്യപ്പെട്ടവരിൽ നിന്ന്. കേന്ദ്ര ഗവൺമെൻറ് ഓരോ സംസ്ഥാനത്തിനും ഇതുപോലുള്ള ഘട്ടങ്ങളിൽ നൽകുന്ന സഹായം ആ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. നിർഭാഗ്യകരമായ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2018 മുതൽ നാം കാണുകയാണ്. മഹാപ്രളയത്തിലും അതിനുശേഷമുള്ള അതിരൂക്ഷമായ കാലവർഷക്കെടുതിയിലും വലിയ തോതിൽ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലും ഇപ്പോൾ ഈ ദുരന്തത്തിലും എല്ലാം ക്രൂരമായ അവഗണനക്കാണ് ഈ നാട്, നമ്മുടെ കേരളം ഇരയായത്. ഇതിൻ്റെ ഭാഗമായി അപൂർവം ചില ദുഷ്ടമനസ്സുകൾ നാടങ്ങ് തകർന്നു പോകട്ടെ എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അത് അനിതരസാധാരണമായ ഒരുമയും ഐക്യവും കാണിക്കുന്ന ജനങ്ങളുള്ള നാടാണ് എന്നുള്ളതാണ്. ആ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും കരുത്ത് ഓരോ ഘട്ടത്തിലും പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് തകർന്നടിഞ്ഞു പോകും എന്ന് അപൂർവം ചിലർ പ്രതീക്ഷിച്ച ആ നാട് ഓരോ ദുരന്തത്തെയും അതിജീവിച്ച് മുന്നോട്ട് വരുന്നത് നാം കണ്ടത്. ഇതിലൊന്നും സഹായം തരേണ്ടവർ സഹായിച്ചില്ല എന്ന കുറവ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞു. നാം കേരളത്തിൻ്റെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇനിയും ദുരന്തങ്ങൾ വന്നേക്കാം. ആ ദുരന്തങ്ങൾക്ക് തകർക്കാൻ പറ്റുന്നതാവില്ല ഇനിയുള്ള ഇതിൻ്റെ ഭാഗമായുള്ള പുനർനിർമ്മാണം എന്നതായിരുന്നു. അത് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടാണ് ഇവിടെ വയനാട്ടിൽ ഈ വീടുകളുടെ നിർമ്മാണം നടത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് 20 ലക്ഷം രൂപ എന്ന കണക്കിലേക്ക് അത് എത്തുന്നത്. ചിലപ്പോൾ കുറച്ച് കൂടിയെന്ന് വരും. പക്ഷേ സാധാരണ നിലക്കുള്ള ഒരു ദുരന്തത്തിന് തകർന്നു പോകാത്ത വീടുകൾ വേണം അവിടെ. ആ ഭദ്രത വീടുകൾക്ക് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ കാര്യത്തിൽ സഹായിക്കാനും സഹകരിക്കാനും പിന്തുണ നൽകാനും തയ്യാറായിട്ടുണ്ട്. നേരത്തെ ഓഫർ ചെയ്ത എല്ലാ കേന്ദ്രങ്ങളും ആ ഓഫറുകൾ കൃത്യമായി പാലിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ ഐക്യത്തിലൂടെ, ജനങ്ങൾ കാണിക്കുന്ന ഒരുമയിലൂടെ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി നിർവഹിച്ചുകൊണ്ടാണ് എന്ന് നാം ഓർക്കണം. അതിൻ്റെ ഭാഗമായിട്ട് കൂടി നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പുനരധിവാസ നടപടികളെ കാണണം. ഈ കാര്യത്തിൽ നല്ല മുൻകൈയെടുത്ത് അഭിമാനകരമായ രീതിയിൽ സഹകരിക്കാൻ തയ്യാറായ DYFIയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.